ചെറുകഥ ദൈന്യതയുടെ മുഖം. രചന തോമസ് കാവാലം. അന്ന് തിമിർത്ത് മഴ പെയ്ത ഒരു ദിവസമായിരുന്നു. പ്രഭാതത്തിലെ ജോലികളെല്ലാം ചെയ്ത് സ്കൂളിലേക്ക് പോകാൻ തയ്യാറായ അരുണിനോട് അച്ഛൻ ചോദിച്ചു, മോനെ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ടച്ഛാ, പോകുന്നുണ്ട്. ഇന്ന് ക്ലാസ് ടെസ്റ്റ് നടക്കുന്ന ദിവസമാ. അരുൺ അത് പറയുമ്പോൾ ഒരു ചെറിയ നുണയാണ് പറയുന്നതെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അച്ഛനും അവന്റെ കുഞ്ഞു പെങ്ങളും പട്ടിണിയാകുമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. സ്കൂളിൽ കിട്ടുന്ന ഉച്ചക്കഞ്ഞിയുടെ കാര്യമായിരുന്നു അത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ. ചില ദിവസങ്ങളിൽ മുട്ടയും ഇറച്ചിയും ബിരിയാണി പോലും ഉച്ചക്കഞ്ഞിയുടെ രൂപത്തിൽ കിട്ടിയിരുന്ന കാര്യം അവൻ ഓർത്തു. 3 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരിച്ചതിന് ശേഷം അച്ഛനോടൊപ്പം ജീവിതത്തിൽ പടവെട്ടുകയായിരുന്നു അവനും. ഇപ്പോൾ 1 വർഷത്തോളമായി അച്ഛനും കിടപ്പിലായി. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ട് ചികിത്സയൊക്കെ ചെയ്ത് അങ്ങനെ കടന്നു പോകുന്നു. സ്ഥലത്തെ UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അരുൺ. അവന്റെ കുഞ്ഞു പെങ്ങൾക്ക് 4 വയസ്സേ ആയിട്ടുള്ളൂ. 1 വർഷം കൂടി കഴിഞ്ഞാൽ അവൾക്കും സ്കൂളിൽ പോകാം. അപ്പോൾ അവൾക്ക് ഉച്ചകഞ്ഞി കിട്ടും. പക്ഷേ അപ്പോഴേക്കും അവൻ 7ാം ക്ലാസ് പാസ്സായി വേറൊരു ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ അവനും കുഞ്ഞു പെങ്ങളും 2 സ്കൂളിലായി പോകും. അതായിരുന്നു അവന്റെ മനസ്സിനെ മതിച്ചിരുന്ന മറ്റൊരു പ്രശ്നം. കുടയില്ലാതിരുന്നത് കൊണ്ട് പൂർണ്ണമായും നനഞ്ഞാണ് അരുൺ അന്ന് സ്കൂളിൽ എത്തിച്ചേർന്നത്. ഇട്ടിരുന്ന നിക്കറും ഷർട്ടും നനഞ്ഞിരുന്നു. വെള്ളം തലയിൽ നിന്നും ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. പുസ്തകവും നോട്ട്ബുക്കുകളും എല്ലാം നനഞ്ഞു കുതിർന്നു. സ്കൂളിന്റെ വാരാന്തിയിലേക്ക് ചാടി കയറുമ്പോൾ ഹെഡ് മാസ്റ്റർ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കയ്യിലിരുന്ന ചൂരൽ കാട്ടി അദ്ദേഹം അരുണിനെ വിളിച്ചു. എന്താടാ ഇത്? നിന്റെ യൂണിഫോം എവിടെ? നീ എന്താ സ്കൂളിന് വഴിയമ്പിലാക്കുകയാണോ? ഒരു വാഴയില്ലെങ്കിൽ നിനക്ക് തലയിൽ ചൂടി കൂടായിരുന്നോ? ആ പുസ്തകങ്ങളെല്ലാം നനഞ്ഞ് നാശമായില്ലേ? അങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇടത് കൈ കൊണ്ട് അരുണിന്റെ ഇടത് കൈയിൽ പിടിച്ച് അവനെ ഒന്ന് തിരിച്ചു നിർത്തി. എന്നിട്ട് ചന്തയ്ക്ക് 2 അടി വെച്ചു കൊടുത്തു. ഇനി മേലെ യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ വന്നേക്കരുത്, ഹെഡ് മാസ്റ്റർ ആജ്ഞാപിച്ചു. അമ്മോ എന്നലറിക്കൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് ഓടിപ്പോയി. അവന് ആകെ ഉണ്ടായിരുന്നത് അമ്മ ഉണ്ടായിരുന്നപ്പോൾ തയ്പ്പിച്ച ഒരു ജോഡി യൂണിഫോമാണ്. അത് 2-3 ദിവസം ഇടും. പിന്നെയുള്ള ദിവസങ്ങളിൽ ഹെഡ് മാസ്റ്ററുടെ അടി വാങ്ങിക്കും. അതൊരു പതിവ് സംഭവമായിരുന്നു. ക്ലാസ്സിൽ ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറത്തേക്ക് പോയി അവൻ ആ ഷർട്ട് പിഴിഞ്ഞ് വീണ്ടും ഇട്ടു. അന്ന് ഉച്ചയ്ക്ക് ഉച്ചകഞ്ഞി വിളമ്പുമ്പോൾ അരുൺ കയ്യിൽ കരുതിയിരുന്ന ചോറ്റുപാത്രം പുറത്തെടുത്തു. കഞ്ഞി വാങ്ങി. അന്ന് ചെറുപയർ കറിയുടെ കൂട്ടത്തിൽ ഒരു പുഴുങ്ങിയ മുട്ടയും കിട്ടി. അപ്പോൾ അവൻ അവന്റെ കുഞ്ഞു പെങ്ങളെ ഓർത്തു. അത് കിട്ടുമ്പോൾ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. മുട്ട അവൻ കഴിക്കാതെ മാറ്റിവെച്ചു. വയർ നിറയെ കഞ്ഞി കുടിച്ചു. അതിനുശേഷം പാത്രത്തിൽ നിറച്ച് കഞ്ഞി വാങ്ങി. കഴിക്കാതെ വെച്ച മുട്ടയും കുറച്ച് ചെറുപയർ കറിയും അതിൽ നിക്ഷേപിച്ചു പാത്രം അടച്ചു. ഇതെല്ലാം കഞ്ഞി വിളമ്പിക്കൊണ്ട് നിന്ന അവന്റെ ക്ലാസ് അധ്യാപിക സാറാമ്മ ടീച്ചർ കണ്ടു. എങ്കിലും ഒരക്ഷരം മിണ്ടിയില്ല. സാറാമ്മ ടീച്ചർക്ക് ഏകദേശം 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഭർത്താവിന് പട്ടണത്തിൽ സർക്കാർ ഓഫീസിൽ ജോലിയായിരുന്നു. മക്കളില്ലായിരുന്നു. ആ സ്കൂളിൽ ആ വർഷം പുതുതായി വന്ന സാറാമ്മ ടീച്ചർ ദിവസം 50 രൂപ വണ്ടിക്കൂലി കൊടുത്താണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അന്ന് സ്കൂൾ വിട്ടപ്പോൾ സാറാമ്മ ടീച്ചർ അരുണിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അരുണേ, ഇന്ന് ഞാനും നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവന്റെ മുഖം സന്തോഷം കൊണ്ട് ഒരു ചെന്താമര പൂ പോലെ വിടർന്നു. അച്ഛനും അഞ്ചത്തിയും. അമ്മ പനി വന്ന് മരിച്ചുപോയി ടീച്ചറെ. അത് പറയുമ്പോൾ അവന്റെ കുഞ്ഞു സ്വരം അല്പം പതറിയിരുന്നു. എനിക്ക് എല്ലാവരെയും കാണാലോ. അരുണും സാറാമ്മ ടീച്ചറും വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. പരിമിതമായ സൗകര്യങ്ങളുള്ള ആ വീട്ടിൽ 4 വയസ്സുള്ള കുഞ്ഞു പെങ്ങൾ അച്ഛനെ ശുശ്രൂഷിക്കുന്നു. ദയനീയതയുടെ മുഖം. കിടക്കയിൽ കിടന്ന അച്ഛൻ ടീച്ചറെ കണ്ട് എഴുന്നേക്കാൻ ശ്രമം നടത്തി. പക്ഷേ മരത്തിൽ നിന്ന് വീണ് നട്ടലിന് സാരമായി പരിക്കേറ്റിരുന്ന അയാൾ ഇനി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നീ കൊണ്ടുവന്ന കഞ്ഞി കൊടുക്ക്. അപ്പോഴാണ് കഞ്ഞി എടുത്ത കാര്യം ടീച്ചർ കണ്ടിരുന്നെന്ന് അവൻ അറിഞ്ഞത്. എന്താ മോടെ പേര്? അരുണിന്റെ പെങ്ങളെ ചേർത്ത് നിർത്തി സാറാമ്മ ടീച്ചർ ചോദിച്ചു. ആരാധ്യ. നല്ല പേര്. ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന കഞ്ഞി അരുൺ ഒരു സ്പൂൺ കൊണ്ട് അച്ഛനും പെങ്ങൾക്കും കോരി കൊടുക്കുന്ന കാഴ്ച സാറാമ്മ ടീച്ചർ അവിടെ നിന്ന് കരഞ്ഞു. അവർ ബാഗിൽ കൈയിട്ട് 2 ചോക്ലേറ്റ് എടുത്ത് അരുണിനും ആരാധ്യയ്ക്കും കൊടുത്തു. അവരുടെ കണ്ണുകളിലെ തിളക്കം സാറാമ്മ ടീച്ചർ കണ്ടു. അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ടീച്ചർ കുടയും ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അരുൺ ചോദിച്ചു,
ടീച്ചറെ, നാളെ വരുമോ? ആ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ടീച്ചറിന്റെ മനസ്സ് അലിഞ്ഞുപോയി. ടീച്ചർ പക്ഷെ ഒന്നും മിണ്ടിയില്ല. അവർ പുറത്തേക്ക് നടക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രസന്നത തെളിഞ്ഞു വന്നിരുന്നു. മോനെ, തീർച്ചയായും വരും. നാളെ മാത്രമല്ല, എന്നും നിന്നോട് കൂടെ ഉണ്ടാകും. എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ മക്കളല്ലേ നിങ്ങൾ. അവരുടെ മനസ്സ് അവരോട് പറയുന്നത് പോലെ അവർക്ക് തോന്നി. അപ്പോൾ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അത് ഗൗനിക്കാതെ അവർ നടന്നു നീങ്ങി.